ഈ നോമ്പിൻ്റെ സമയത്ത് നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നാടൻ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മസാലകളൊക്കെ കടലമാവിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഈ ചേമ്പിൻ്റെ ഇലയിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ മാവ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇല ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 ഇലയും ബാറ്ററൊക്കെ തേച്ച് റോൾ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്ക് ഈ ബാറ്ററൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ഈ റോളുകൾ ഒന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി കയറി വെന്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിനൊരു മീനിൻ്റെ ഷേപ്പ് തോന്നണില്ലേ? അങ്ങനെ എല്ലാ പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പീസുകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. കാഴ്ചയിലൊരു ഫിഷ് ഫ്രൈ ഒക്കെ ആണെന്ന് തോന്നുമെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. ഒരൊറ്റ തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ ചേമ്പില കൊണ്ടുള്ള ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.